ബ്രഹ്മാണ്ഡ സംവിധായകൻ ശങ്കറിൻ്റെ ഇന്ത്യൻ ട്യൂനോട് കിടപിടിക്കാൻ നമ്മുടെ മലയാളത്തിൽ നിന്ന് വന്നിട്ടുള്ള ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ്റെ ഒരു ഹൊറർ കോമഡി സിനിമയാണ് ചിത്തിനി. ഹൊറർ ജോണറിലുള്ള സിനിമകൾക്ക് ഒരു നാഴികക്കല്ലായിട്ട് ഈ സിനിമയെ നമുക്ക് കാണാം. ഒരു പ്രേത നാടകം കാണുന്ന ഒരു ഫീൽഡ് ഫുള്ളിങ്ങനെ ആസ്വദിച്ച് കാണാൻ പറ്റും. അത്രയും ഗംഭീര പടമാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ ഒരു ലിറിസിസ്റ്റ് ആയതുകൊണ്ട് കൂടി ഈ സിനിമ സംഗീത സാന്ദ്രമാണ്. സിനിമ തുടങ്ങി ആദ്യത്തെ മിനിറ്റിൽ തന്നെ ഒരു ഭജന തുടങ്ങും. അത് കഴിഞ്ഞിട്ട് 2 ഡയലോഗ്, അത് കഴിഞ്ഞിട്ട് ഒരു ഭരതനാട്യം സീക്വൻസാണ്. അതൊരു 5-6 മിനിറ്റ് ഇങ്ങനെ നീളും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ സിനിമ കാണാൻ ഒരു 20 മിനിറ്റ് വൈകിയാണ് വന്നെങ്കിൽ പോലും വിഷമിക്കേണ്ട. കഥ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. കഥ തുടങ്ങുന്നത് ഒരു 25-ാമത്തെ മിനിറ്റിലാണ്. അതുവരെ മധു ബാലകൃഷ്ണൻ്റെ കച്ചേരി നമുക്കിങ്ങനെ ആസ്വദിക്കാം. അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യമുള്ള സൗണ്ടിൽ ഒരു കിഡിലൻ ഒരു മ്യൂസിക് മൊണ്ടാഴ്ച തന്നെയാണ് ആദ്യത്തെ ഒരു 20 മിനിറ്റ്. ഇങ്ങനെ പോകും, കഥയില്ല, ഡയലോഗില്ല, പാട്ട് മാത്രം. അപ്പോൾ നമ്മൾ സംഗീതമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ വരും. അതിനുശേഷം കഥയിലേക്ക് കിടക്കണം. പിന്നെ എനിക്ക് ഈ സിനിമയെ പറ്റി പറയാനുള്ള ഒന്നാമത്തെ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഡയറക്ടർ ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ ഇതിൽ ആർട്ടിസ്റ്റിന് കൊടുത്തിട്ടുള്ള ഫ്രീഡത്തിനെ പറ്റിയാണ്. അതായത് ആർട്ടിസ്റ്റിന് എന്ത് ഡയലോഗ് വേണമെങ്കിലും പറയാം. ഇതിലെ ഹീറോയിനായിട്ട് വന്നിട്ടുള്ള മോക്ഷ ഒരു ബംഗാളി ആക്ട്രസ്സാണ്. അതുകൊണ്ട് തന്നെ അവർ മലയാളത്തിലല്ല ഡയലോഗ് പറയുന്നത്. അവർക്ക് തോന്നിയൊരു ഭാഷയിൽ പറയും. അത് ബാക്കിയെല്ലാം ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ സെറ്റാക്കാമല്ലോ. ഇതേപോലെ തന്നെയാണ് ഇതിലെ എല്ലാ ആക്ടേഴ്സും. ഇവരാരും ഡയലോഗ് പൂർത്തിയാക്കുന്നില്ല. അതുമാത്രമല്ല, ഈ സിനിമയിൽ ഒരു 50% ഡയലോഗുകളും ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ അവിടെ വെച്ച് ഓൺ ദി സ്പോട്ടായിട്ട് ഇമ്പ്രവൈസ് ചെയ്ത് എഴുതിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഇവരുടെ ആരെയും ചുണ്ടനങ്ങുന്നില്ല. അവരിങ്ങനെ നിൽക്കുകയാണ്, പക്ഷേ ഡയലോഗ് എല്ലാം കേൾക്കാൻ പറ്റും. അതായത് അവരവരുടെ മൈൻഡ് വോയിസിൽ പറയുന്നതെല്ലാം നമുക്ക് നരേഷൻ പോലെയും നമുക്ക് ഡയലോഗ് പോലെയും നമുക്ക് കേൾക്കാൻ പറ്റും. ആർട്ടിസ്റ്റ് ചുണ്ടനക്കുന്നില്ല, വായടച്ചിരിക്കുകയാണ്, പക്ഷേ ഡയലോഗ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് തോന്നിയ ഒന്നാമത്തെ പോസിറ്റീവ്. രണ്ടാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ ക്യാമറാമാനാണ്. നൻപകൽ നേരത്തെ മയക്കത്തിലെ സീനുകൾ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇതിൻ്റെ എല്ലാ ഫ്രെയിമിങ്ങും. ക്യാമറാമാന് പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. ഫ്രെയിം വെറുതെ വെച്ചാൽ മതി. ഒരു നാടകം പോലെ ആർട്ടിസ്റ്റ് എല്ലാം ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നമ്മളെ നോക്കി ഡയലോഗ് പറയും. ഇതിൽ അമിത് ചക്കാലക്കിലാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു ആക്ടർ. അദ്ദേഹം വാരിക്കുഴിയിലെ കൊലപാതകം പോലുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ച്, പക്ഷേ ഞാനോർത്ത് അതായിരിക്കും അദ്ദേഹത്തിന് നല്ല പെർഫോമൻസ്. പക്ഷേ ഇതിൽ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. എല്ലാ ഡയലോഗും കാണാതെ പഠിച്ച് ഒരു കുട്ടി പറയുന്ന പോലെ നല്ല പെർഫെക്റ്റായിട്ട് പറഞ്ഞിട്ടിട്ട് കിഡിലനായിട്ട് ആ ഡ്രാമയൊക്കെ മിക്സ് ചെയ്ത് ഒരു വരി പോലും തെറ്റിച്ചിട്ടില്ല. എല്ലാം നല്ല ഡ്രാമാറ്റിക് ആയിരുന്നു, നല്ല ആർട്ടിഫിഷ്യലായിരുന്നു. ഒരു നാടകം പോലെയാണ് പടം തുടങ്ങുന്നതെങ്കിൽ പോലും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതൊരു റേഡിയോ നാടകവും. അതായത് വിഷ്വൽസ് കാണാൻ പറ്റാത്ത, സ്ക്രീനിലേക്ക് നോക്കാൻ പറ്റാത്ത പ്രേക്ഷകരെ കൂടി കണക്കിലെടുത്തിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സീനിലുള്ള എല്ലാം അവർ നറേറ്റ് ചെയ്യുന്നുണ്ട്. ദാ ഒരു കാറ് വന്നല്ലോ, വരൂ നമുക്ക് അകത്തേക്ക് ഇരിക്കാം, അതെ നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഇതേപോലെ ആർട്ടിസ്റ്റ് ഉള്ളിൽ പറയുന്നതും ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം ഇവർ ഡയലോഗിൽ കൂടെ പറയും. അപ്പോൾ നമുക്ക് സ്ക്രീനിലേക്ക് നോക്കേണ്ട പോലെ ആവശ്യം വരുന്നില്ല. അത്രയും പെർഫെക്റ്റായിട്ട് എല്ലാ ക്യാരക്ടേഴ്സും കമൻറ്ററി പറയുന്നുണ്ട്. അതൊരു ഗംഭീര ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊരു പുതുമയായിരുന്നു, ശരിക്കും നല്ലൊരു പുതുമയായിരുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട പെർഫോമൻസാണ് വിനയ് ഫോർട്ടിൻ്റെ പേരായിട്ട് വരുന്നൊരു ആക്ട്രസ് ഉണ്ട്. അവരുടെ പേരെനിക്കറിയില്ല. അവർ നിർത്താതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വിനയ് ഫോർട്ടിൻ്റെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഫാൻറ്റാസ്റ്റിക്, മാർവലസ്, എക്സാക്ട്ലി, അതെ തീർച്ചയായും. ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ 2.5 മണിക്കൂർ പറയാനുള്ളത്. സ്വന്തമായിട്ടൊന്നും പറയാനോ ചെയ്യാനോ ഇല്ല. ഇങ്ങനെ തലകുലുങ്ങി സമ്മതിക്കുക, ഇങ്ങനെ യെസ് അതെ അവർ പറയുന്നത് അതേപോലെ തന്നെ തിരിച്ച് പറയാം. ആ ഒരു പേർപ്പസായിരുന്നു വിനയ് ഫോർട്ടിന് ഈ സിനിമയിലുള്ളത്. അപ്പോൾ ആട്ടത്തിൽ പോലെ ഒന്നുമല്ല, ആട്ടം സിനിമയിലൊക്കെ കണ്ട ആ ഒരു വിനയ് ഫോർട്ടേ അല്ല. ഇത് ടോട്ടലി എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു വിനയ് ഫോർട്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു കൊറോണയ്ക്ക് മുമ്പോ ഒരു 5 കൊല്ലം മുമ്പോ എടുത്ത് വെച്ച് ഷൂട്ട് ചെയ്ത പടം പെട്ടിക്കകത്തിരുന്നിട്ട് ഇപ്പോഴാണ് ഇവർ റിലീസാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരുടെ ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇത്തിരി പഴക്കമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് ഈ സിനിമയിൽ തോന്നിയ ഒരു നെഗറ്റീവ്, അതായത് കൊടുത്ത കാശിൻ്റെ ഇരട്ടി അഭിനയം എല്ലാവരും കാഴ്ചവെച്ചപ്പോൾ ജോണി ആൻ്റണി ചേട്ടൻ മാത്രം നോർമലായിട്ടാണ് ആക്ട് ചെയ്തത്. അത് ഭയങ്കര മോശമായിപ്പോയി. കാരണം എല്ലാവരും ചത്ത് മരിച്ച് അഭിനയിച്ച് നല്ല അടിപൊളി ഡ്രാമ കളിച്ച് അഭിനയിക്കുമ്പോഴും ജോണി ആൻ്റണി ഭയങ്കര പാവമായിട്ട് ഭയങ്കര നോർമലായിട്ട് സാധാ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന പോലെയാണ് അദ്ദേഹം അഭിനയിച്ചത്. അതെനിക്കൊരു ഇത്തിരി കല്ലുകടയായിട്ട് തോന്നിയായിരുന്നു. പിന്നെ ഇതൊരു ഹൊറർ സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു പ്രേതം ഉണ്ടാവണമല്ലോ. അതേപോലെ തന്നെ പ്രേതത്തിൻ്റെ ഒരു ഫ്ലാഷ് ബാക്കും വേണം. അപ്പോൾ ഇത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ചൊരു ഫ്ലാഷ് ബാക്കുള്ള ഒരു പ്രേതത്തിനെ ഞാൻ എൻ്റെ ഈ സിനിമാ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ദാരിദ്ര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ദാരിദ്ര്യം. ഇങ്ങനെയൊക്കെയാണ് ഒരാളെ കൊന്നിട്ട് അയാളെ പ്രേതമാക്കി ആ പ്രേതത്തിനെ ചുറ്റിപ്പറ്റി ഒരു സിനിമ ആക്കണമെന്ന് നമ്മൾ വിചാരിച്ചു. അത്രയും ശോകം മരണമായിരുന്നു ആ പ്രേതത്തിൻ്റെ. അതും പോരാണ്ട് പ്രമോദ് വെള്ളിനാട് ചെയ്ത ഒരു ക്യാരക്ടർ പ്രേതത്തിനെ കണ്ടിട്ട് പ്രേതത്തിനെ വടിവാൾ കൊണ്ട് വെട്ടിക്കൊല്ലാൻ നോക്കുകയാണ്. അയാളൊരു ഗുണ്ടയാണ്, പക്ഷേ ഇങ്ങനത്തെ ഒരു മണ്ടന്മാരുണ്ടാവും ഗുണ്ടകളിൽ, വെറുതെ ഗുണ്ടകളെ പറയിപ്പിക്കാനായിട്ട്.
പിന്നെ ഇതിൽ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആരാന്ന് പറയുന്നില്ല, അത് ഭയങ്കര സ്പോയിലറായിപ്പോവും. അപ്പോൾ ഇവർ ചില സമയത്ത് ഇവർക്ക് നല്ല നല്ല വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിമിഷ നേരം കൊണ്ട് അത് ചുരുങ്ങും, പെട്ടെന്ന് ബാക്ക് ടു നോർമൽ. അത് സിനിമയുടെ പ്രത്യേകത ഒന്നുമല്ല, അത് അങ്ങനെയാണ്, ഈ സിനിമയിൽ അങ്ങനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ പെട്ടെന്ന് ഏജൻറ്റീനയാവും. ഏജൻറ്റീനയായിട്ട് ഒരു മാസ് ട്രാൻസ്ഫോർമേഷനാണ്. നമ്മൾ വിക്രം സിനിമയിൽ കണ്ടതൊന്നുമല്ല. പിന്നെ അങ്ങോട്ടൊരു മാസ് ട്രാൻസ്ഫോർമേഷനും. അപ്പോഴും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് വരുന്ന ആരാണ്? മധു ബാലകൃഷ്ണൻ്റെ കച്ചേരി. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാൻ ആലോചിച്ച്, നമ്മുടെ ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ ഡയറക്ടറിൻ്റെ ചെറിയിൽ നിന്ന് മാറിയിട്ട് മാഫിയ ശശിയേട്ടനാണ് പടം ഡയറക്റ്റ് ചെയ്തതെന്ന്. അതേപോലെ തന്നെ മാർക്കറ്റിൽ വെച്ചൊരു ഫൈറ്റൊക്കെ ഉണ്ട്, നമ്മുടെ കിളി പറപ്പം കണ്ടു കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റായിട്ടാണ് മാഫിയ ശശിയേട്ടൻ അത് ചെയ്തു വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ നായകനായ അമിത് ചക്കാലക്കൻ്റെ ഒരു കിടിലൻ ഡയലോഗുണ്ട്, ഒരു മാസ് ഡയലോഗ്. നമ്മുടെ രോമൊക്കെ എഴുന്നേറ്റ് പോകും. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പും എൻ്റെ സ്വഭാവവും സെയിമാണ്, ബി പോസിറ്റീവ്, എന്നിട്ടൊരു മാസ് BGM ഉണ്ട്. അത് ശരിക്കും കയ്യടി ഉണ്ടാക്കി തിയേറ്റർ പൂരപ്പറമ്പായ ഒരു സീനായിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു ഡയറക്ടേഴ്സ് ബ്രില്യൻസ് ഉണ്ട് ഈ സിനിമയിൽ. അതൊരു ഹിഡൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ചാനലിൽ കാണാൻ പറ്റും. അതായത് ഒരു ഗവൺമെൻറ്റിന് കുറ്റം പറയുകയാണ്, ക്രിട്ടിസൈസ് ചെയ്യണം നായകൻ ചേർന്നിട്ട്. നായകൻ്റെ ജോലി ട്രാൻസ്ഫർ കിട്ടി, ഒരു പോലീസുകാരാണ്, അപ്പോൾ ട്രാൻസ്ഫർ കിട്ടി. അപ്പോൾ അവർ പറയുന്നത് എന്തൊരു നശിച്ച ഗവൺമെൻറ്റാണല്ലോ ഇത്. അപ്പോൾ താഴത്തു നിന്നൊരു ഷോട്ട് കാണിക്കും. അപ്പോൾ നൈസായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ കാവിക്കൊടികൾ ഇങ്ങനെ പറക്കും, നൈസായിട്ട്, ഭയങ്കര സട്ടിലായിട്ട്. അതൊക്കെ ഒരു ഡയറക്ടേഴ്സ് ബ്രില്യൻസ് ആണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അങ്ങനത്തെ ഹിഡൻ ഡീറ്റെയിൽസൊക്കെ. അതെല്ലാം നമ്മുടെ ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ്റെ കോൺട്രിബ്യൂഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ കുറേ ഹിഡൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും നമ്മളെ പേടിപ്പിച്ച് ചിരിപ്പിച്ച ഒരു പടമാണിത്. അതായത് ഫസ്റ്റ് ഹാഫ് ആയപ്പോഴേക്കും നമ്മൾ പേടിയൊക്കെ മറക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ടോട്ടൽ ഫൺ റൈഡാണ് പടം. അതായത് നമ്മുടെ ഓഡിയൻസിലുള്ള ആൾക്കാർ ഇങ്ങനെ കമൻറ്റൊക്കെ അടിക്കില്ലേ, അപ്പോൾ ആ കമൻറ്റൊക്കെ കേട്ട് അതൊക്കെ കേട്ട് വൈബ് ചെയ്ത് പിന്നെ അങ്ങോട്ട് ഫുൾ ഓളമായിരുന്നു. ഭയങ്കര സീരിയസ് സീനിൽ പോലും നമുക്ക് ആ ചിരി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അത് ആ ഡയറക്ടറിൻ്റെ ആ ഒരു ക്രാഫ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതേപോലെ കുറേ നിമിഷങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് മധു ബാലകൃഷ്ണൻ വന്നിട്ട് കച്ചേരി പാടും, മാസ് BGM ഒക്കെ ഇടും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കിടിലനൊരു കഥ, പ്രേതത്തിനൊക്കെ കൊന്ന്, അതായത് പ്രേതമായൊരു കാരണം ഉണ്ടാവുമല്ലോ, അതൊക്കെ കേട്ടിട്ട് നമ്മുടെ രോമൊക്കെ എണീറ്റ് പോകും. ഇതിൽ വില്ലൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒട്ടും വിചാരിക്കാത്തൊരു സസ്പെൻസ് മെറ്റീരിയലാണ് ആ ഒരു ക്ലൈമാക്സിൽ റിവീലാവുന്ന കഥ. അവരത് ഷൂട്ട് ചെയ്യാൻ മറന്നു പോയിട്ട് അവസാനം വോയിസ് ഓവറൊക്കെ ആയിട്ടാണ് കഥ പറയുന്നത്. അത് നമ്മൾ ആ സിനിമ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ എല്ലാ ആക്ടേഴ്സും ഇങ്ങനെ പാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവസാന നിമിഷമാണെന്ന് തോന്നുന്നു ഇയാൾ വില്ലനെ തീരുമാനിച്ചത്. അപ്പോൾ അത് ആക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ അതും എഴുതി കയറ്റി അങ്ങോട്ട് വിട്ടു. അതേപോലെ കുറേ ഡയലോഗ് കയ്യിൽ നിന്ന് ഇട്ടിട്ടുണ്ട്. പോളി വിൽസനൊക്കെ കുറേ കൗണ്ടറൊക്കെ പറയുന്നതിനകത്ത്, പക്ഷേ ഇവരുടെ ചുണ്ട് അനങ്ങില്ല, ആരുടെയും ചുണ്ട് അനങ്ങില്ല. അപ്പോൾ ആ ഡയറക്ടർ ആ ഒരു ഫ്രീഡം എല്ലാ ആർട്ടിസ്റ്റിനും കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. വേറെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇത്രയും ആർട്ടിസ്റ്റിനെ സ്നേഹിക്കുന്ന വേറൊരു ഡയറക്ടർ എവിടെയെങ്കിലും കിട്ടുമോ? നമ്മുടെയൊക്കെ ഭാഗ്യമാണ് ഇങ്ങനത്തെ ഒരു പടങ്ങളൊക്കെ ഇറങ്ങുന്നത്. ഇതേപോലെ കുറേ നല്ല നിമിഷങ്ങളുണ്ട് ഈ സിനിമയിൽ. ഇപ്പോൾ ഞാനൊരു ഹൊറർ സിനിമ പ്രതീക്ഷിച്ച് പോയിട്ട് ഒരു ഹൊറർ നാടകം തന്നെ കാണാൻ പറ്റി. അതും ഒരു 2.5 hours ശരിക്കും ആസ്വദിച്ച് കണ്ടു. അത്രയും സന്തോഷം ഈ സിനിമ കണ്ടപ്പോഴേക്കും. അപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ ഡയറക്ടർ ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടനോട് പറയുന്നത്, നിങ്ങൾ ഇനിയും ഇതേപോലത്തെ സിനിമകൾ ചെയ്യണം. നിങ്ങൾ ലിറിക്സ് മാത്രം എഴുതി, പാട്ടുകൾ മാത്രം എഴുതി, മ്യൂസിക് CDs മാത്രം വിറ്റ് നടക്കേണ്ട ഒരാളല്ല. ഇനിയും ഇതേപോലത്തെ പടങ്ങൾ ചെയ്യണം. ഇനിയും നമ്മുടെ മലയാളികളുടെ പേര് വാനോളം പുകഴ്ത്തണം. താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.